ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെളുപ്പിനെ ഒരു 5:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമുക്ക് ഇന്നൊരു എൻഗേജ്മെൻറ്റ് വർക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കലയനാട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. കലയനാട് ജംഗ്ഷനിൽ തന്നെ നമ്മുടെ സലൂണ് വരുന്നത്. സലൂണിൻ്റെ പേര് ഗംഗ ബ്യൂട്ടി ലോഞ്ച് എന്നാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ നമ്മുടെ സലൂണ്. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു സലൂണിൻ്റെ ഒരു സംരംഭമൊക്കെ ആയിട്ട് തുടങ്ങുന്ന ആ ഒരു തിരക്ക് കൊണ്ട് കുറച്ച് നാളുകളായി നമ്മുടെ ചാനലിലൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഇന്നിപ്പോൾ എൻ്റെ കൂടെ അമ്പിളിയുണ്ട് കേട്ടോ. അമ്പിളിയുണ്ട്, കുഞ്ഞ് ബാക്കിൽ സുഖമായിട്ട് ഉറങ്ങുവാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ നാട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയൊരു സന്തോഷമുണ്ട്. എൻ്റെ നാടെന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാടാണ് വിളക്കുപാറ, അഞ്ചൽ വിളക്കുപാറയാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു 6:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങ് വിളക്കുപാറ എത്തി. വിളക്കുപാറ ഇളവറാങ്കുഴി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അമ്പലത്തിലൊന്ന് കയറിയിട്ട് നമ്മുടെ എൻഗേജ്മെൻറ്റ് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ അമ്പലം, ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. പിന്നെ നമ്മളിവിടുത്തെ കാണിക്കവഞ്ചി കണ്ടോ, ഇച്ചിരി സ്പെഷ്യാലിറ്റിയൊക്കെ ഉള്ള ഒരു കാണിക്കവഞ്ചിയാണ് നമ്മുടെ. അങ്ങനെ നമ്മൾ നിവ്യയുടെ വീട്ടിലെത്തി കേട്ടോ. നിവ്യയുടെ വീട്ടിലെത്തിയപ്പോൾ നിവ്യ റെഡിയായി ഇരിക്കുമായിരുന്നു, ഒരുങ്ങാൻ സെറ്റായിട്ടിരിക്കുമായിരുന്നു നിവ്യ കുട്ടി. നിവ്യ എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്, നേഴ്സാണ് കേട്ടോ. അപ്പം അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ച് പിമ്പിൾസും ഡാർക്ക് സ്പോട്ടും ഒക്കെ ഉള്ളൊരു ഫേസ് ആയിരുന്നു നിവ്യയുടെ. നമുക്കതൊക്കെ ഒന്ന് കവർ ചെയ്ത് അതൊന്നും കാണാത്ത രീതിയിൽ ഒന്ന് മറച്ചുകൊണ്ട് ഒരു നോർമൽ ലുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു മേക്കപ്പ് നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ലെൻസ് ആപ്ലിക്കേഷനാണ് ചെയ്തത് കേട്ടോ. ലെൻസ് നമ്മുടെ നിവ്യക്കുട്ടി നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവൾക്ക് അതിന് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല കൂളായിട്ട് ലെൻസൊക്കെ ഞങ്ങൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഐ മേക്കപ്പ്, ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് പോകുന്ന രീതിയിൽ ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള കളറൊന്നും അല്ല കൊടുത്തത്. ന്യൂഡായിട്ടുള്ള 1-2 ഷെയ്ഡ്സ് കൊടുത്തിട്ടുള്ള ഒരു സെർട്ടിലായിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് കൊടുത്തത് കേട്ടോ. പിന്നെ ചെറിയൊരു ഗ്ലിറ്ററി എഫക്റ്റ് തോന്നാൻ, ഒരു ഗോൾഡൻ ഗ്ലിറ്ററി എഫക്റ്റ് തോന്നാൻ വേണ്ടി ആ ഒരു രീതിയിൽ നമ്മൾ ഐ മേക്കപ്പ് ചെയ്തെടുത്തു. നമ്മുടെ നിവ്യക്കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളറെന്ന് പറയുന്നത് ഗ്രീനും അതുപോലെ ഒരു വാടാമുല്ല ഷെയ്ഡ് വരുന്ന ഒരു കോമ്പിനേഷനായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് പോകുന്ന രീതിയിൽ നമ്മളൊരു ന്യൂഡായിട്ടുള്ളൊരു ഐ മേക്കപ്പ് നമ്മൾ ഐസിൽ കൊടുത്തു. നമ്മുടെ ഈ ഒരു വീഡിയോ, മേക്കപ്പിൻ്റെ ഒരു ഫുൾ വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ അതിൻ്റെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് എല്ലാം കൂടെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടും സൗകര്യത്തിൻ്റെ ഒരു കുറവും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫുൾ മേക്കപ്പിൻ്റെ ആ ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. പിന്നെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പ്രൊവൈഡ് ചെയ്തത്. ഒരു ദിവസത്തേക്ക് വേണ്ടി ഓർണമെൻറ്റ്സ് വാങ്ങണ്ട എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു നിവ്യയ്ക്ക്. അപ്പോൾ നിവ്യയുടെ ലുക്ക് നമുക്ക് കണ്ടാലോ. അതായിരുന്നു നിവ്യയുടെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. മുഖത്തെ പാടുകളൊക്കെ നന്നായിട്ട് കവർ ചെയ്തുകൊണ്ട് തന്നെ, എന്നാൽ സ്കിൻ ടോണിൽ നിന്ന് ഒട്ടും ബ്രൈറ്റ് ആവാത്ത രീതിയിൽ തന്നെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയുള്ളൊരു മേക്കപ്പാണ് നമ്മൾ നിവ്യയ്ക്ക് കൊടുത്തത്. ഇതായിരുന്നു ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തത് നമ്മുടെ ഫ്ലവർ ഡെക്കറേഷനാണ് ചെയ്തത്. ഫ്ലവർ ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് പോകുന്ന രീതിയിൽ ഒരു കളർ ഫ്ലവേഴ്സും ജിപ്സും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മളൊരു ഹെയർ സ്റ്റൈലും ഫ്ലവർ ഡെക്കറും ഒക്കെ ചെയ്തത്. ഷോളും ഒരു പ്രത്യേകതയിലാണ് ചെയ്തേക്കുന്നത്. എപ്പോഴും ധാവണി പോലെ സെറ്റ് ചെയ്യാതെ വൺ സൈഡ് ചെയ്തിട്ടു. എന്നാൽ പ്ലീറ്റ്സ് കാണുന്ന രീതിയിൽ വൺ സൈഡായിട്ടാണ് ഷോള് ചെയ്തത്. ധാവണി മോഡലിലാണല്ലോ എല്ലാവരും കൊടുക്കുന്നത്, എന്നാൽ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുക വേണം. അപ്പോൾ അതുകൊണ്ട് ഷോള് നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് പോയത് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ധാവണിയുടെ ഒരു ലുക്കും താഴേക്ക് ആ പ്ലീറ്റ്സ് താഴേക്ക് തന്നെ ഇട്ടുകൊണ്ടായിരുന്നു നമ്മൾ ഷോള് സെറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ പൊതുവേ മേക്കപ്പിനെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം. അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിമ്പിൾസ് ഒരുപാടുള്ള ഫേസിൽ നമുക്ക് മേക്കപ്പിലൂടെ ആ പിമ്പിൾസിനെ സ്കിന്നിലേക്ക് പ്രസ് ചെയ്ത് വെക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല കേട്ടോ. അതിനുള്ള ടെക്നോളജി ഇല്ല നമുക്ക്. അപ്പോൾ ഈ പിമ്പിൾസിനെയും അതുപോലെ ബ്ലാക്ക് സ്പോട്ടുകൾ, റെഡ് സ്പോട്ടുകൾ ഒക്കെ ഒരുപാടുള്ള ഫേസ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ആ നെക്കിൻ്റെ അതേ ഒരു സ്കിൻ ടോൺ ഫേസിന് കൊടുത്ത് പാടുകളോ ഒന്നും കാണാത്ത രീതിയിൽ ക്ലിയർ ആയിട്ടുള്ളൊരു സ്കിന്ന് നമുക്ക് മേക്കപ്പിലൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. പുറത്ത് വീഡിയോഗ്രാഫർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ പോയിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ നിവ്യയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. അവൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമായിട്ട് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി. മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൽ ഒരു മെയിനായിട്ടുള്ള ഘടകം കേട്ടോ, മേക്കപ്പ് ചെയ്യുന്ന ആളും അതുപോലെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു കോപ്പറേഷൻ. PSC കോച്ചിങ് ക്ലാസ്സിന് ഇടയ്ക്ക് ഫ്രണ്ട്സ് ആയതാണ് കേട്ടോ ഞാനും കാവ്യയും തമ്മിൽ. അപ്പോൾ കാവ്യയുടെ അനിയത്തിയാണ് നമ്മുടെ ഇന്നത്തെ നിവ്യക്കുട്ടി. കാവ്യയ്ക്കൊരു കുഞ്ഞുണ്ടായി. കുഞ്ഞുവാവയുടെ 28 കെട്ടാണ് കേട്ടോ ഇന്ന്. അപ്പോൾ കുഞ്ഞുവാവയുടെ 28ഉം കുഞ്ഞുവാവയുടെ കുഞ്ഞമ്മയുടെ നിശ്ചയം കൂടിയാണ് ഇന്ന് നടക്കുന്നത്. എനിക്ക് പേഴ്സണലി പറയുവാണെങ്കിൽ ഒത്തിരി ഇഷ്ടമായി നിവ്യയുടെ ഒരു മേക്ക് ഓവർ. ഒരുപാട് പേരെ നമ്മൾ മേക്കപ്പ് വർക്ക് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കര നമ്മളോടുകൂടെ ആ ഒരു കെയറിങ് ഉള്ള ഒരു പെൺകുട്ടി കേട്ടോ നിവ്യ. അതിനൊരു കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഓർണമെൻറ്റ്സ് ആകട്ടോ വളരെ നീറ്റായിട്ട് അത്രയും സേഫായിട്ട് മുട്ടുപിന്നൊക്കെ കുത്തി തെർമോക്കോളിൽ ഭയങ്കര സേഫായിട്ടാണ് എനിക്ക് അവൾ എത്തിച്ചു തന്നത്. ഇതൊരു ചെറിയ കാര്യമായിരിക്കാം, മറ്റുള്ളവർക്ക് കാണുമ്പോൾ ചെറിയൊരു സംഭവമായിട്ടായിരിക്കും ഇതിന് തോന്നുന്നത്. പക്ഷേ മേക്കപ്പ് ചെയ്യുന്നവർക്കറിയാം നമ്മുടെ ഓരോ ഓർണമെൻറ്റ്സും നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്, അതുപോലെ നമുക്ക് വീണ്ടും അത്രയും സേഫായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ട സാധനങ്ങളാണ്. പക്ഷേ അതൊട്ടും കെയറിങ് ഇല്ലാത്ത രീതിയിലാണ് പലരും, കൂടുതൽ പേരും നമുക്കത് നമ്മളെ തിരിച്ചേൽപ്പിക്കുന്നത്. പക്ഷേ നിവ്യ അത് വളരെ സേഫായിട്ട് എനിക്ക് തന്നു. ഒരുപാട് സന്തോഷം തോന്നി അത് കണ്ടപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.